എൻ്റെ അമ്മ ഒന്നിന് ചൂട് വല്ലാത്ത കാലാവസ്ഥയാണ്. ഒരു ദിവസം ഭയങ്കര ചൂട്, വേറെ ദിവസം ഭയങ്കര മഴ. കൊള്ളാം. എന്തോന്നളിയാ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് തകർക്കുകയാണല്ലോ. വയസ്സായില്ലടേ. അല്ല, ഇങ്ങനെ മാറി മാറി കാലാവസ്ഥ വന്നാലേ കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ മാറും. മഴയല്ലേ? മഴ, പിറ്റേ ദിവസം ചൂട്, പിറ്റേ ദിവസം ചൂട്, മഴ, ചൂട്. എല്ലാ ദിവസവും മഴ തന്നെ. വീട്ടിൽ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറയണേ റബ്ബർ വെട്ടാനൊന്നും പറ്റണില്ലെന്ന്. എങ്ങനെ വെട്ടാൻ പറ്റും? ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ വന്ന കാര്യമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കുറച്ചൊരു നടക്കാൻ വിചാരിച്ച് ജംഗ്ഷൻ ഇവിടെ വന്ന് നടന്നു. എന്തൊരു ചൂട്, ഇതാ വേർത്തൊലിക്കുന്നു. ചില സമയത്ത് ഭയങ്കര മഴ. ഇപ്പൊ തന്നെ നല്ല വെയിലാണ്. ചേച്ചി കൊടുത്തു വിട്ടോ? ഇല്ലില്ല, ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അവർ ഇങ്ങോട്ട് വന്ന് മേടിച്ചോണ്ട് പോയി. ഓരോ പീസിനും തെറ്റില്ലാത്ത റേറ്റ് വാങ്ങണുണ്ടല്ലേ? ഇല്ല, ബാക്കിയുള്ള കട വെച്ച് നോക്കുമ്പോ ഇവിടെ ലാഭമാണ്. അത് ശരിയാണ്. ഇതുണ്ടോ, ഗോപികയും ദിവ്യയും കൂടെ ഏതൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴി മെറിനെയും ശ്രീവിദ്യനെയും കണ്ട്. എന്നിട്ട് അവര് ഇവിടെ ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു അടിച്ചു പൊളിച്ചു. കൊള്ളാലോ ഫോട്ടോസൊക്കെ. നിന്നെ വിളിച്ചില്ലേ? അവരെന്തോ എല്ലാരും കൂടെ കൂടി ആ ഒരു സന്തോഷത്തിൽ എല്ലാരെയും വിളിക്കാൻ മറന്നുപോയി. ഗോപിക കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടല്ലോ. അവളെ കല്യാണം ഉറപ്പിച്ച്. എവിടെ നോക്കട്ടെ. നിന്നെ വിളിച്ചില്ലേ? അവരെല്ലാരും കൂടെ കൂടിയ സന്തോഷത്തിൽ വിളിക്കാൻ മറന്നുപോയിന്ന് എല്ലാരെയും. അങ്ങനെയൊന്നുമല്ല, ഒരു മനഃപൂർവ്വം വിളിക്കാത്തതാണ്. ലച്ചിനെ വിളിച്ചു കഴിഞ്ഞാലേ തമ്മി തല്ലിക്കും അവരൊക്കെ. പറയണേ ലച്ചിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലേ? നല്ല അഭിപ്രായമാണെന്ന് ഗോപിക പറഞ്ഞേ കല്യാണം വിളിക്കാൻ വരാന്ന്. അപ്പൊ നമ്മൾ നല്ലൊരു ട്രീറ്റ് കൊടുക്കണ്ടേ? എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ആയിരിക്കും ചിലപ്പോ. നമ്മള് അന്തസ്സിന് ചേർന്ന് നന്നായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണം അല്ലേ? എന്ത് കൊടുക്കും? കുറച്ച് ഇറച്ചിയും മീനും എല്ലാം മേടിച്ച് നല്ല മീൻ അതല്ല, ഞണ്ട് വാങ്ങണം, പിന്നെ കൂന്തൽ വാങ്ങണം, പിന്നെ എന്താണ് ചെമ്മീൻ വാങ്ങണം, മട്ടൻ വാങ്ങണം. ഇതെല്ലാം കൂടെ വെച്ച് അവരെ ട്രീറ്റ് ചെയ്യണ്ടേ? ഒരു ലഞ്ചിന് ആയിട്ട് അങ്ങ് വിളിക്കാം. അല്ല അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടോ, എന്തായാലും ചേച്ചിയുടെ ഫ്രണ്ട് വരുന്നു, ട്രീറ്റും കൊടുക്കുന്നു. ഞാൻ എന്റെ ഫ്രണ്ടിനെ ഇവിടെ വിളിച്ചു വരുത്താം. അവളും വരും, അവളുടെ സിസ്റ്ററും വരും. ഞങ്ങൾ കണ്ടിട്ട് കുറേ. അത് നല്ലൊരു ഐഡിയ ആണ് അല്ലേ? അപ്പൊ സാധനങ്ങളൊക്കെ ആര് മേടിക്കും? അല്ല, നിന്റെ അല്ലേ ഫ്രണ്ട്, അപ്പൊ നീ വാങ്ങണം. അപ്പൊ അമ്മ ഉണ്ടാക്കുമായിരിക്കും അല്ലേ? അല്ല, ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ എന്തിനാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് കുക്ക് ചെയ്യാറാന്നാണ് നിങ്ങൾ തന്നെ പറയണത്. അപ്പൊ പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യ്, പിന്നെ നളപാചകം ഇരിക്കണു. എന്തായാലും കൂട്ടുകാരെ വിളിക്കുകയല്ലേ? വിളിക്കുമ്പോഴത്തേക്ക് ചപ്പാത്തി, അപ്പം എല്ലാം വേണം. ഇടിയപ്പം ഇവിടെ നൂലപ്പം എന്ന് പറയും, അതൊക്കെ വേണം, എല്ലാം വേണം. മാമ എന്ത് വിളിക്കാം? എന്ന് വിളിക്കണം അടുത്ത ദിവസം തന്നെ എന്ന് വിളിക്കണേ? സൺഡേ വിളിക്കാം, അതാകുമ്പോ അവർക്ക് ജോലിക്ക് പോകണ്ടല്ലോ. ഫ്രീ ആയിരിക്കുമല്ലോ അവര്. വിളിക്കില്ല സൺഡേ ഉറപ്പിക്കട്ടെ? പിന്നെ ഉറപ്പിച്ചു. ടേബിൾ നിറയണം വിഭവസമൃദ്ധമായ. പക്ഷെ ഞാൻ ഞായറാഴ്ച ഉറപ്പിക്കുവാണേ. ഞായറാഴ്ച പോണെന്തിന്? നാളെ മറ്റന്നാളെ വിളിക്കേ. നാളെയും മറ്റന്നാളാ? അപ്പൊ ഇവിടെ ആർക്കും ജോലിക്കും പഠിക്കാനൊന്നും പോണ്ടേ? അത് കുഴപ്പമില്ല, നമ്മൾ അവധി എടുത്തോളാം. അല്ല അച്ഛാ, ഞാൻ ലീവ് എടുത്തോളാം. അമ്മയോ? പിന്നെ ഞാനും അവധി എടുക്കാം. എടാ എല്ലാരും നല്ല ത്രില്ലല്ലേ, നീ വിളി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വിളിച്ച് പറയാം. നമുക്ക് നെമ്മീൻ പൊള്ളിക്കല്ലേ? നെമ്മീൻ പൊള്ളിക്കാം, പക്ഷെ നെമ്മീന് പൊള്ളണ വിലയാണ്. എന്നാ പൊള്ളിക്കണ്ട. കുഴപ്പമില്ല, മക്കള് പറഞ്ഞാൽ പൊള്ളിക്കാം. പിന്നെ മക്കളെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുകയല്ലേ, കുഴപ്പമില്ല. അല്ല, നിങ്ങൾ നേരത്തെ പീസിന്റെ എന്താ കാര്യം പറഞ്ഞു? എന്താ പീസ്, എന്ത് വിലയുടെ കാശ്? അത് ഡ്രസ്സ് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്ത കാര്യം പറഞ്ഞത്. വാ ഗൗരി, പഠിക്കട്ടാ. ഞാൻ പോയി അവളെ വിളിച്ച് പറയട്ടെ, എന്നിട്ട് പഠിക്കാം. എല്ലാരും വിളിക്ക്, സഹായിക്കണേ, കൂടെ നിൽക്കണേ. തന്നെ എല്ലാം റെഡിയാക്കി എടുക്കണ്ടേ? ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെ ഇല്ല. ലച്ചൊരു ഭ്രാന്താന്ന്. ചില സമയത്ത് ഓരോന്ന് കാണുമ്പോ മേടിച്ചു വെക്കും, എന്നിട്ട് ഉപയോഗിക്കോ അതുമില്ല. ചേച്ചി, എനിക്കൊരു കിടിലൻ പ്ലാൻ ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഫുള്ള് അടുക്കള ഫ്രീ ആക്കണം ആഴ്ചയിൽ. അടുക്കള ഫ്രീ ആക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആവണോ? രണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കുമായിരിക്കും അല്ലേ? കേട്ടിട്ടുണ്ട്. ഈ പ്ലാൻ ഒരുപാട് തവണ ഇവിടെ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമില്ല, നടക്കില്ല. അങ്ങനെയാണെങ്കിൽ വേണ്ട. ഭക്ഷണം തായോ വയറ് കത്തണ് വയറ്റ് തെളിച്ച് ഇങ്ങനെ പാടും. ഭക്ഷണം തായോ വയറ് കത്തണ്. ഇനി കുറച്ചു നേരം കൂടെ ഇങ്ങനെ തന്നെ വയറ് കത്തിക്കൊണ്ടിരുന്നാ ഞാൻ റോട്ടിൽ കൂടെ പാടിക്കൊണ്ട് നടക്കും വയറ്റ് തടിച്ച്. അത്രയ്ക്ക് വിശപ്പാടോ നിനക്ക്? ചേട്ടന് ചെറിയ വിശപ്പ്, വലിയ വിശപ്പ്, അങ്ങനെ രണ്ടവസ്ഥയുള്ളു. വിശപ്പില്ല എന്നുള്ളൊരു അവസ്ഥയിൽ. അത് കറക്റ്റ്. അയ്യോ നീലു, എന്തോ നമ്മളെ വെണ്ണല വരെ ഒന്ന് പോണം. എന്തിനി?
ശ്രീകുട്ടൻ്റെ ഷോപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി. അത് ഓക്കെ ആയതല്ലേ, ഇനി പോണ എന്തിനാ? അയാൾ വാടകയുടെ കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞോണ്ടിരിക്കുന്നു. ചേടാ അയാൾ ഇപ്പഴേ ഇങ്ങനെ ആയാലും എങ്ങനെ? അതിനാണ് അയാൾ അങ്ങനെ കാണിക്കണം? ആ എഗ്രിമെന്റ് വലിച്ചു കയറി അയാൾ മുഖത്തെറിഞ്ഞിട്ട് നീ എത്ര നാളേക്ക് ഉണ്ടാകണം ചോദിക്കണം. എന്തോ അല്ല പിന്നെ ദേഷ്യം വരൂലേ? അച്ഛൻ പോലും ഇത്രയും കടുപ്പിക്കൂല. അമ്മായി കുട്ടുവാന് കട നടത്താൻ സഹായിക്കണ്ട. എന്തടി ഇതുപോലെ ദേഷ്യം കാണിച്ച നാട്ടുകാർ കട അടച്ചു കുടിക്കും. എന്തേച്ചി അവള് പറഞ്ഞതില് കാര്യമില്ല. നമ്മൾ പോയിട്ട് വരട്ടാ. എവിടെ? ആ പറഞ്ഞില്ലേ ഷോപ്പ്. പോയിട്ട് വാ. പിന്നെ ഇന്നലെ വൈകുന്നേരം ഇട്ട ഷർട്ടും മുണ്ടുമാണ്, വേറെ മാറ്റിയിടാനൊന്നും ഇല്ല ഇവിടെ. എന്റെ ഡ്രസ്സ് അവിടെ കാണാൻ ഇല്ലല്ലോ. അത് ഞാനും ചേച്ചിയും കൂടെ എല്ലാം എടുത്ത് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. കുറെ ഡ്രസ് ഉണ്ടായിരുന്നു. അപ്പൊ മുഷിഞ്ഞായിട്ടോണ്ട് പോവാനാ? നിങ്ങളിപ്പോ പുറത്തു പോവല്ലേ? 2-3 തൊട്ട് 2 വരെ ഞാൻ കഴിയിട്ടിട്ടുണ്ട്. പുറത്തു പോയിട്ട് വരുമ്പോഴത്തേക്കും ഉണങ്ങുമല്ലോ. മാത്രമല്ല നല്ല വെയിലല്ലേ, വേർക്കൂലേ? വൈകുന്നേരം കുളിച്ച് മാറാം. പോടാ. നമ്മള് ലേറ്റ് ആയാലും ഊണ് കഴിക്കാൻ കാണൂലേ? ഇല്ലേ? വെളിയിൽ നിന്ന് കഴിക്കും. എടാ അവിടെ ഒരു കടയുണ്ട്, ഒരു ഹോട്ടലുണ്ട്, ഒരു അമ്മച്ചിയുടെ നാടൻ കട. അയ്യോ ഇത് ഉടമ്പുള്ളി വറ്റിച്ച മീനറി ഇഷ്ടമല്ലേ, അതുകൊണ്ട് അത് കറിയുണ്ട്, ഫ്രൈ ഉണ്ട്. പിന്നെ ഈ സോസൊന്നും ഒഴിക്കാത്ത നല്ല വരട്ടിയ നാടൻ ബീഫുണ്ട്. എന്നാ അത് മതി, അത് മതി. കപ്പയുണ്ട്, വെണ്ണ പോലത്തെ കപ്പ. അത് മതി, നമുക്കത് കഴിക്കാം. എന്തായാലും നിങ്ങൾ ആ വെണ്ണ പോലത്തെ കപ്പയും ഈ മീൻകറിയൊക്കെ കുടമ്പളിയിട്ട് വറ്റിച്ച മീൻകറിയൊക്കെ കഴിക്കാൻ കയറുമല്ലോ. അപ്പൊ രണ്ടൊന്ന് നമുക്ക് ഇവിടെ കഴിക്കാൻ പിള്ളേരൊന്നും കൊണ്ടുപോകണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ പോണേ? അല്ലല്ലോ ഞാനിവിടെ പറഞ്ഞു. എടാ നീ വന്നു കഴിഞ്ഞാൽ വേണ്ട താ നിൽക്കുന്നു. പിന്നെ ശിവ കൂടെ വരണമെന്ന് പറയും. ചുമ്മാ എല്ലാം കൂടെ ശ്രീകുട്ടൻ്റെ പൈസ ഒന്നുമില്ല അല്ലേ അല്ലയാ? പള്ളിയല്ലേ എനിക്ക് വാങ്ങിച്ചു തരണേ. വിഷമിക്കാതെ വാങ്ങിച്ചതാ, ഞാൻ ഒന്നും പറയുന്നില്ല. നീ വാങ്ങിച്ചു ഇഷ്ടപ്പെട്ട മീൻ കറി എന്നൊക്കെ പറഞ്ഞു പറയണത് ഞാൻ കേട്ട്. എനിക്കും കൂടെ ഒരു ബീഫും കപ്പയും. അത് വാങ്ങിച്ചോണ്ട് വരാം. മക്കളെ കൂട്ടുകാരി നാളെ വരുമോ? ആ അവളെ വിളിച്ചപ്പോഴേ അവള് ബിസി, കോൾ എടുത്തില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് വേണ്ടി വിളിക്കാൻ വേണ്ടി. മക്കളെ കാര്യം ചെയ്യ്, ആ കൊച്ചിനെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അച്ഛൻ സംസാരിക്കാം, വരാൻ വിളിക്കാം. അച്ഛൻ പോയി വന്നിട്ട് വിളിച്ചാ പോരെ, അപ്പൊ ഞാൻ അച്ഛന്റെ കയ്യിൽ തരാവേ. വെച്ച് മുങ്ങിയതാണ്. വിടരുത്, എങ്ങനെയെങ്കിലും അവളെ പാർട്ടി നടത്തണം. ഉറപ്പായിട്ടും വേണം, അത് വേണം. മെഡിസിൻ പറഞ്ഞേ. ഓ ഓ അമ്മായി വാ എന്തെടുക്കുവാ? ഇതൊക്കെ മടക്കി വെക്കണം. എന്താണ് അങ്ങനെ ഡെസ്പാണല്ലോ? ആ പിള്ളേര് വെറുതെ പുറകെ നടന്ന് ഓരോന്നൊക്കെ പറയാന്ന്. എന്നാ വല്ല കാര്യമുള്ള കാര്യമാണോ പറയണേ? അതുമല്ല. ചില സമയം അവര് പറയണതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്, ചില സമയം ഒരു കാര്യമില്ലാതെ സംസാരിക്കും. ആരെന്ത് കാര്യമില്ലാണ്ടാണ് സംസാരിക്കുന്നതെന്നാണ് അമ്മായി പറയുന്നത്? അല്ല, ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ആവശ്യമില്ലാതെ സംസാരിക്കും, ശ്രദ്ധിച്ചിട്ടില്ലേ? ചേച്ചി നമ്മളോട് സംസാരിക്കുമായിരുന്നില്ലേ? ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ പറഞ്ഞൊന്നും കേൾക്കുന്നില്ലേ? നമുക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എന്തായിരുന്നു മാറ്റർ? ആ ഗോപി ചേച്ചിയെ പെട്ടെന്ന് വിളിക്കോ, ഞങ്ങൾ ത്രില്ലില്ല. ഓ ആ ട്രീറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞ അല്ലേ? ചേച്ചി വിളിച്ചാലല്ലേ ആ ചേച്ചി വരത്തുള്ളൂ. ഞങ്ങള് കുറെ നേരിട്ട് പുറകെ കിടന്ന് പറഞ്ഞു നടക്കണം, വിളി 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 വിളിന്ന്. എടാ ഞാൻ വിളിച്ചടാ, അവള് പക്ഷെ തിരക്കിലാണ്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തിനാ 2 ദിവസം? അച്ഛൻ പറഞ്ഞല്ലോ ഞായറാഴ്ച വെക്കണ്ട, ഇത്രയും പെട്ടെന്ന് വെച്ചോളാൻ. ചേടാ നീ അവളെ ഒറ്റ തവണയല്ലേ കണ്ടിട്ടുള്ളൂ, അത് പണ്ടെങ്ങാനും. പിന്നെ നിനക്കെന്താണ് ഇത്ര എക്സൈറ്റ്മെന്റ്? ചേച്ചിയുടെ കൂട്ടുകാരി വരുന്നതിന് നമുക്കൊരു സന്തോഷം. ശിവയുടെ ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. പക്ഷെ അടിപൊളി ട്രീറ്റ് ആണെങ്കിൽ നല്ല ചെലവും വരും കേട്ടോ. അത് പിന്നെ അത്രേ ഉള്ളൂ. ഗ്രാൻഡ് ട്രീറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ മട്ടൺ ഇപ്പം 800 രൂപയല്ലേ, 3 കിലോ 2400 രൂപ. പിന്നെ നെമ്മീനൊരു 2 കിലോ മേടിക്കണം, അപ്പോൾ 1000 രൂപ. നാടൻ കോഴി ഒരു 4 കിലോ മേടിക്കണം, അതൊരു 1000 രൂപ. അപ്പോൾ എത്ര? 2400, 1000, 3400, 4400. പിന്നെ ബീഫ് 1000 രൂപ, അപ്പോൾ 5400. പിന്നെ കൊഞ്ചൊരു 1000 രൂപയ്ക്ക്, 6400. ഞണ്ടും 1000 രൂപയ്ക്ക്, 7400. 2000 രൂപയ്ക്ക് വേണം. 8400. ഓക്കെ 8400. പിന്നെ അതിന്റെ കൂടെ ഒരു ഒട്ടച്ചെലവ് അതെല്ലാം കൂടെ കൂട്ടൊരു 1500, 10000, 13000. ഒരു നെറ്റ് ഒരു 13000 രൂപ ഉണ്ടെങ്കിൽ പൊളിക്കും. ചേച്ചിയുടെ പൂത്ത് പൈസ അല്ലേ, അച്ഛൻ പറയുന്ന പോലെ ഊരി അടിക്കും. ഊരിയടി അല്ല, എല്ലാത്തിനെ കാലേ വരെ അടിക്കും ഞാൻ. എന്തിനാടാ 13,000 രൂപ കടെ? ഒരു 50,000 കൂടി ഇട്ടിട്ട് ആ ഉമ്മർത്ത് ഒരു പന്തല് കെട്ട്, എന്നിട്ട് നാട്ടുകാർക്കൊക്കെ സദ്യ കൊടുക്ക്. പരിപ്പും പപ്പടം ഇഞ്ചിയില്ലാത്ത സദ്യ അല്ലെ, ചുറ്റേ 16 അടിത്തരത്തിന്റെ സദ്യ. എന്റെ ഒരു കൂട്ടുകാരി വരണമെന്ന് വന്നപ്പോഴത്തേക്ക് അവന്റെ ഒരു ആട്, മാട്, വാള, ചൂര, ചെമ്മീൻ, കൊഞ്ച്. സ്വഭാവം അറിയണ്ടല്ലോ. അപ്പൊ ട്രീറ്റ് ഇല്ലേ ലച്ചു?
മമ്മായിടെയും കുട്ടുമാമന്റെ താലിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ആദ്യം അതിന്റെ ചെലവ് നടത്ത്, എന്നിട്ട് ശർക്കരയിലുള്ളവരെയും വിളി, കൂട്ടത്തിൽ നമുക്ക് ഗോപികനെയും വിളിച്ച് അതിന്റെ ട്രീറ്റും കൊടുക്കാം. ഇനി ചെലവോ ട്രീറ്റ് ഒന്നും പറഞ്ഞ ആരെങ്കിലും എന്റെ പുറകെ വന്നാണ്ടല്ല എന്റെ സ്വഭാവം മാറി നോക്കിക്കോ. ആരുടെ ഡോറോടെ കൊണ്ട് വെച്ചത് എന്തോടെ ഇപ്പൊ ഇവിടെ നടന്നേ? കുഴിപ്പുള്ള ലച്ചു ആശാന്റെ വെടിക്കെട്ട്. ശ്രീ അവിടെ കിടന്ന് ചാണ്, ഇടാൻ ഡ്രസ്സൊന്നും ഇല്ലെന്ന് പറഞ്ഞു. കടിക്കോ ഇത്? കുട്ടുമാ മാത്രല്ല അച്ഛനും കുറെ വെള്ളം വെച്ച്. അച്ഛൻ പോയോ? അറിയാൻ പാടില്ല, പക്ഷെ കുറെ ചീത്ത കിട്ടു. അച്ഛന്റെ ഡ്രസ്സ് മൊത്തം ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തില്ലേ, അതാണ് പ്രശ്നം. പക്ഷെ എന്ത് കഷ്ടമാണ് നോക്കണേ. 2-3 ജോഡി ഡ്രസ്സ് അവർ രണ്ടുപേരും ഞാൻ കഴുകിയിട്ടതാ മുകളില്. അത് വൈകുന്നേരം എടുത്തു വെച്ചിരുന്നെങ്കിലാ ഇത് വല്ല വരുമായിരുന്നോ? അതെന്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാ, മറന്നുപോയി. എന്നാ മറക്കാതല്ലെങ്കിൽ തന്നെ. ഞാൻ വിചാരിച്ച ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും അങ്ങനെ വിചാരിക്കും. അതിന് അവര് ജംഗ്ഷനിൽ പോയ ഗ്യാപ്പിൽ മഴ പെയ്യുന്നു നമ്മൾ സ്വപ്നം കണ്ടോ? സ്വപ്നം കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. മോളിൽ വിരിച്ചിരുന്ന ഡ്രസ്സ് എല്ലാം നനഞ്ഞില്ലേ? ഇനിയിപ്പോ വൈകുന്നേരത്തേക്ക് ഡ്രസ്സിന് എന്ത് ചെയ്യും? അപ്പൊ നോക്കിയോ, അച്ഛൻ ഇവിടെ കിടന്ന് തുള്ളും ഡ്രസ്സില്ലെന്നും പറഞ്ഞോണ്ട്. ആ ശ്രീ എന്റെ അടുത്ത് കിടന്ന് ബഹളം വെക്കല്ലേ. ഇനി തൊട്ടേ അവരവരുടെ ഡ്രസ്സ് അവരവർ കഴുകിയാൽ മതി. അപ്പൊ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. അതെങ്ങനെ അമ്മ പറഞ്ഞ കേൾക്കത്തില്ല. എന്നെ കൊണ്ട് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പുറത്ത് എല്ലാ ഡ്രസ്സും കൂടെ ഡ്രൈ വാഷിന് കൊടുത്തത്. കുറച്ച് ആവതുണ്ടായിരുന്നെങ്കിൽ എല്ലാം കഴുകിയിട്ടേനെ. ഡേ തൂക്കടേ തൂക്ക്, അല്ലെ കളിക്ക് അവിടെ നിന്നിട്ട്. എന്താ ശ്രീ? ഇത് സ്ത്രീയല്ല, ഇത് സ്ത്രീ. ഞാൻ ഒന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരാം, ഒരാളെ കാണാനുണ്ട്. ഈ വേഷത്തിലാ? കുട്ടുമാമ മുടിയും കൂടെ അഴിച്ചാണ്ടല്ലോ സുന്ദരിയാവും. ആണ്? ആ സുന്ദരി സുന്ദരി ശ്രീകുട്ടി. 2 റബ്ബർ ഇവിടെ 2 കൊമ്പ കൂടെ കെട്ടിക്കൊടുക്കും. കറക്റ്റ് ആവും. പോയ ചുമ്മാ മനുഷ്യന് നാണം കെടുത്താണ്ട്. എന്തോന്ന് നാണക്കേട്? ഇത് സമത്വത്തിന്റെ കാലമല്ലേ. ആൾക്കാർ ആദ്യം കാണുമ്പോൾ ചിരിക്കും, പിന്നീട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ അല്പവസ്ത്രമൊക്കെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തില്ലേ? എന്തോന്ന് അക്സെപ്റ്റ് ചെയ്തില്ലേന്ന് ആരെ? ആൾക്കാര്. എന്തെന്ന്? അല്പവസ്ത്രം. അത് മനസ്സിലാവണ്ടേ? അതെന്നെ പറഞ്ഞ അല്പവസ്ത്രം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ലേ? മനസ്സിലായി, നേരത്തെ മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ആ. അതാണ്. അല്ല ഇതിട്ട് ജംഗ്ഷനിൽ പോയിട്ട് ജംഗ്ഷനിൽ പോയിട്ട് ഒരു ചുരിദാർ വാങ്ങിക്കാണ്ട്. ശ്രീ ചുമ്മാ കിടന്ന് ഷോ കാണിക്കാതെ അവിടെ എവിടെയെങ്കിലും പോയിരുന്നാണ്. പടി പോടിന്നാ പിന്നെ പോ. അളിയോടെ ബാലേ, നിങ്ങൾ എന്താ മനുഷ്യന് നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കണ? നാണം കെടുത്താനാ? ചായയുടെ പാലം ഉണ്ടടി. ഞാൻ ജംഗ്ഷൻ വരെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ അടുത്ത കടയിൽ പാലം ഉണ്ട്, ഞാൻ വാങ്ങിച്ചു വന്നു. അളിയാ ഞാൻ ജംഗ്ഷൻ വരെ പോകണ്ട, അളിയും കൂടെ വരണ്ട. നമുക്ക് പോവാം. ഇവിടെ ചായ ഇടുമ്പോൾ ഒരുപാട് സമയമാവും. നമുക്ക് ജംഗ്ഷനിൽ പോയി ചായയും കുടിച്ച് വാഴക്കല പോയി വാഴക്കപ്പം കഴിക്കാം. കഴിക്കാം. 2 കൂടെ നാണം കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുക. ഇനി ജംഗ്ഷനിൽ കൂടെ പോയിട്ട് വാ. എന്ത് കുഴപ്പം? നാട്ടുകാർ മൊത്തം അറിയട്ടെ നമുക്ക് ഡ്രസ്സില്ലെന്ന്. നേരത്തെ കാര്യം നനച്ചിട്ട് ഉണക്കണമായിരുന്നു. എനിക്ക് പിന്നെ സംഭവിക്കുമോ? എനിക്ക് പോകാൻ മുട്ടണം. പിന്നെ പോയിട്ട് വാ, പെട്ടെന്ന് വാ. പോകാൻ തിടുക്കുമായിരുന്നു. പോവാം. അങ്ങോട്ടാ? ആ. ക്യാച്ച്. അതെ, ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു അമ്മച്ചി അവിടെ ഇരുന്ന് പറയണ്, ഇത് ആര് പൂർണ്ണ ഗർഭിണിയെ പാല് വാങ്ങിക്കാൻ വിട്ടത്? കണ്ണിച്ചുരില്ലാത്ത കൂട്ടങ്ങളല്ല, ദുഷ്ട കൂട്ടങ്ങളെന്ന്. ശരിയല്ലേ? അല്ല അമ്മ, അവരെ പിടിച്ചെടുത്തണ്ടേ? ശരിയാണല്ലോ. വീട്ടിൽ കിടന്ന് കാണിക്കണ പോലെ അല്ല പുറത്തോട്ടാ പോയത്. പിടിച്ചേ നേരത്തെ കാലത്ത് ഷർട്ടും മുണ്ടൊക്കെ നനച്ചിടണം, അല്ലേ ഇങ്ങനെ ഇരിക്കും. ഒന്നാമത് അച്ഛന് സൈക്കോപാലു എന്നുള്ള ഒരു പേരുള്ളതാണ്. പിന്നെ നാട്ടുകാരുടെ മാനസിക രോഗം എന്ന് പറയുവച്ചാ. എന്റെ അളി ഇത് അഴിച്ചു വയ്ക്കാതെ ഞാൻ അഴിച്ചു വയ്ക്കൂല. ഞാൻ അഴിച്ചു വയ്ക്കൂല. ഞാൻ ഇനി ഇങ്ങനെ തന്നെ
മറ്റേ ഷർട്ടാകുമ്പോൾ തേക്കണം, നനയ്ക്കണം, ഉണക്കണം, മുണ്ട് തേക്കണം, ഉടുക്കണം. ഇത് വേണ്ട, നല്ല സുഖമുണ്ട്, നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്. പ്രശ്നം അച്ഛനൊരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് നാണക്കേടുണ്ട്. ഞാനേ വളർന്നു വരുന്നൊരു പെങ്കൊച്ച, എനിക്കുണ്ട് മാനത്തിന് വില. മാനത്ത് കണ്ണി രണ്ടുപേരും നിർത്തിയ കുട്ടികളെ നിർത്തിയ കേറി പോകത്തോട്ട് ബാലേ കേറി പോകാനകത്തോട്ട്. നമുക്ക് കുട്ടികളി നമുക്ക് കുട്ടികളി കളിച്ച് മതിയായില്ല. ഈ മാനംകെട്ട പരിപാടിയാണോ? ഞാൻ ഇല്ല കേട്ടാ. ദൈവമേ, ഇത് കണ്ടോണ്ട് ആരെങ്കിലും കുഴിപ്പടത്തുനിന്ന് വന്നിട്ടില്ല. ഞാൻ പിന്നെ ചത്താ മതി. ബാലു കേറി പോവാൻ. വാടി കിടന്നു. നീ ഒരു കാര്യം ചെയ്യ്, നീ കൂടെ നയിച്ചിട്ടുണ്ടോ? നമുക്ക് കളിക്കാം. ഞാൻ നയിച്ചിട്ടുണ്ട് വരട്ടാ. എന്നെ കളിപ്പിക്കോ? ഇപ്പൊ തന്നെ വരാൻ നയിച്ചിട്ടുണ്ട്. ചേച്ചി ഇതെവിടെ പോണ്? നയിച്ചിട്ടുണ്ട് വരാം ഇപ്പൊ തന്നെ. അച്ഛാ, അമ്മ നയിച്ചിട്ടുണ്ട് വരും എന്ന് പറഞ്ഞാൽ വരും കേട്ടോ. ലാസ്റ്റ് ഇവിടെ നിങ്ങളുടെ കൂടെ കിടന്ന് കളിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അറിയാലോ, എല്ലാവർക്കും ഒരു പാഠമായിരിക്കും. നേരത്തെ കാലത്തും ആണുങ്ങളെ ഷർട്ടും മുട്ടും തനിച്ചിടണം, തേച്ചടിക്ക് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അച്ഛാ, അമ്മയുടെ സ്വഭാവം മോശം വെറും കെട്ടയാണ് കേട്ടുള്ള കാര്യം ഞാൻ പറയാം. പോയാടാ പോടെ. ശ്രീ ഒന്ന് അകത്ത് കേറ് ശ്രീ, അഴിച്ചിടത്. ഏതഴിച്ചിട്ടാ? അഴിക്കൂലെന്ന് പറഞ്ഞല്ല, പിന്നെന്ത്? അച്ഛൻ കളിക്കല്ലേ, അച്ഛനവിടെ വാശി പറ്റി അറിയാലോ. അകത്ത് കറച്ച പ്ലീസ്. അളിയാ വാ അളിയാ, നീ കളിച്ച മതിയല്ലേ, വാ കളിക്കാം. അതാരെ കുഴിപ്പഴത്ത് ജനാർദ്ദനാണല്ലേ പറഞ്ഞ? എവിടെ എന്തോന്ന് ശ്രീ? നിനക്ക് വേണമെങ്കിൽ പോയി നൈറ്റ് ഇട്ടുണ്ടോ? പന്തോ ഇത് നമ്മള് തേനീച്ച കൂട് കത്തിക്കാൻ ഉണ്ടാക്കിയ പന്തല്ലേ? എവിടെ പോണ്? ഞാൻ കത്തിക്കും, ഉറപ്പായിട്ട് കത്തിക്കും. ഓടിട്ട് വാ, അകത്തേക്ക് കയറി വാട്ടാൻ അയച്ചിട്ടുണ്ട്. രണ്ടെണ്ണത്തിനെ കത്തിക്കും ഞാൻ. മാറണ പറയും ആണാ ആണേ അണയ്ക്കാൻ. അളിയാ വയറ് കുറച്ച് കുറയ്ക്കണം കേട്ടാ. അപ്പോഴേക്കും ഇതുപോലൊക്കെ സീനൊക്കെ വീട്ടിൽ വരണത്. പിന്നെ അളിയാ ഇല്ല, നമ്മള് ഓവറായി പോയി. നാട്ടുകാർ ചിലര് പറഞ്ഞു നമ്മൾ ഓവറാണ്. അമ്മർക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മളെ അവിടെ നമുക്കെല്ലാം അറിയാം. ഇപ്പൊ അങ്ങോട്ട് കയറി ചെല്ലണ്ടല്ലേ? വേണ്ട, ഈ പണിയിട്ടു. എന്നാലും ചേച്ചി പന്തം കൊളുത്തിക്കൊണ്ട് വന്നല്ല. എന്താ മുടി ഇത്ര നീളമുണ്ട്. ഇതാണ് പറഞ്ഞ ഓവറാണ്. കേശു പറഞ്ഞിട്ട് കൃഷ്ണമണി കൂടെ കണ്ട് ഇതാണ് ഓവറാണെന്ന് പറഞ്ഞു. മകളെ പാത്രം, സാധനങ്ങള്, കുറച്ച് അരി, അതും ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് തരികയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ അടുപ്പ് കൂട്ടി 2-3 ദിവസം ഇവിടെ താമസിക്കുക, വീട്ടിലോട്ട് വരണ്ട. അമ്മ 5-6 പന്ത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വന്നാൽ നൈറ്റിയോടെ കത്തിക്കും. ശ്രീകുട്ട, നാട്ടുകാര് പറഞ്ഞ വെറുതെ അല്ല, അവൾ ഇച്ചിരി ഓവറാണ്. തന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.